രാജസ്ഥാനിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികൾ തെരുവോരങ്ങളിൽ ഇറങ്ങി ലഡ്ഡു വിതരണം ചെയ്തത്. വിവാഹപ്രായം 21 ആക്കണം, ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നേടണം, ജോലി നേടണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മതം പറയുന്നത് എന്താ? ചെങ്കൊടിയൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ധൈര്യമായിട്ട് ചെങ്കൊടി എന്തൊക്കെയോ SDPക്കാരന്റെ പ്രസംഗമാണ്. മലപ്പുറത്തെ യുവതിയെ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിയാണ് ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയത്. മലപ്പുറം വേങ്ങരയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പല സംസ്ഥാനത്തും മുത്തലാഖ് നിരോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ കേരളത്തിൽ നിന്ന്, അതും മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 2 വർഷം മുമ്പായിരുന്നു യുവതിയുടെയും വീരാൻകുട്ടിയുടെയും വിവാഹം. കഴിഞ്ഞ ദിവസം ഇയാൾ യുവതിയുടെ പിതാവിനെ വിളിച്ച് മകളെ മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നുവെന്നും പറഞ്ഞ് ബന്ധം ഉപേക്ഷിച്ചു. രോഗിയായ മകളെയാണ് തനിക്ക് വിവാഹം കഴിച്ചു തന്നതെന്നും തന്നെ ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലോ, അതിനൊരു തൊഴിലുണ്ടായിരുന്നെങ്കിലോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഭർത്താക്കന്മാർക്ക് അമ്മാനമാടി കളിക്കാനുള്ളതല്ല ഒരു ഭാര്യയുടെ ജീവിതവും ഭാവിയുമെന്നും. ഒരു പയ്യന് നമ്മൾ നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതമിട്ട് കൈവെള്ളയിലിട്ട് പന്താടാനുള്ളതല്ല എന്നുള്ള ബോധം അവർക്ക് സ്വയം ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ മക്കൾക്കുണ്ട്. ഭാര്യയ്ക്ക് അസുഖം വന്നു, ഇനി ഭാര്യയെ വേണ്ട. ഭർത്താവിന് അസുഖം വന്നാലോ, എന്ത് നന്നായിട്ട് ആ പെണ്ണ് അധ്വാനിച്ചു നോക്കും. ലഭിച്ചുവെന്നുമാണ് ഇയാൾ യുവതിയുടെ അച്ഛനോട് ഫോണിലൂടെ പറഞ്ഞത്. എന്നാൽ യുവതിയുടെ 30 പവൻ സ്വർണ്ണാഭരണം തിരിച്ചു നൽകിയില്ല. ദമ്പതികൾക്ക് 11 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞ് ജനിച്ച ശേഷം ഇയാൾ ഭാര്യയെ കാണാൻ പോയിട്ടില്ല. മുമ്പ് യുവതിക്ക് ബോധക്ഷയം ഉണ്ടായിരുന്നു. അന്ന് ആശുപത്രിയിലാക്കി. അതിനുശേഷമാണ് ഭാര്യ ഇനി വേണ്ടെന്ന് വീരാൻകുട്ടി തീരുമാനിച്ചതെന്നാണ് വിവരം. വനിതാ കമ്മീഷനും പോലീസിനും പരാതി നൽകുമെന്ന് യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു. അടുത്തിടെ കാസർഗോഡ് വാട്സപ്പിലൂടെ യുവതിയെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിനെതിരെയും ഹൊസദുർഗ പോലീസ് കേസെടുത്തിരുന്നു. കാസർഗോഡ് നെല്ലിക്കട്ട അതേപോലും അധികാരമുള്ള, പണമുള്ള, തറവാടിത്വമുള്ള, പോപ്പുലാരിറ്റിയുള്ള ദുബൈ രാജകുമാരി എന്താ ചെയ്തത്? പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങ് ജോലി തിരക്കിലായിരിക്കുമെന്നറിയാം. എന്നാലും ഈ തിരക്കിനിടയിൽ അങ്ങയെ ഒരു കാര്യം അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഈ വീഡിയോ. അങ്ങയെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു. അങ്ങയെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു. അങ്ങയെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു. മുത്തലാഖ് ഇറങ്ങിപ്പോടാ നാറി എന്ന് പറയുന്നതിന് തുല്യം. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാമറാണ് ദുബൈ രാജകുമാരിയായ ഷെയ്ഖ മെഹ്റ. നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു ഉസ്താദ് പെണ്ണ് മുത്തലാഖ് ചെയ്യുന്ന കാലം വന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ എവിടെയെങ്കിലും? ലോകം അവസാനത്തിന്റെ അടയാളമായി ചില കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സീനത്ത് നമ്പർ കണ്ട. ഓക്കെ, അപ്പോ അവിടെ അധികാരമുള്ള പെണ്ണാണ്, രാജാവിന്റെ മകളാണ്, രാജകുമാരിയാണ്. ഇവിടെ നിന്ന് പോലും അത് മതമല്ല എന്നൊന്ന് വിമർശിക്കാൻ, പെണ്ണ് മുത്തലാഖ് ചെയ്യുന്ന ഒരു നിയമം ഇസ്ലാമിലില്ല എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമില്ല. ഉണ്ടോ? ട്രംപിനെ എങ്ങനെയാ അറബികൾ സ്വീകരിച്ചത്? മുടിയാട്ടം, ഡാൻസ് കളിച്ചിട്ട്. മുടി മാത്രമല്ലല്ലോ ആടുക. എന്തേ ഇവര് പറയാത്തത്? എന്തേ ഇവര് പറയാത്തത്? പറയാൻ ഇവർക്ക് പറ്റില്ല. മനസ്സിലായ? കാരണം അവിടെ പോയിട്ട് തെണ്ടണ്ടേ. റമദാനുകളില്, നോമ്പുകളില്, ഓരോരോ സീസണുകളിലായിട്ട് തെണ്ടണ്ടായോ? പണം, സക്കാത്ത്, പിരിവ്, സ്വതക്കകള്, അത് തന്നെ കാരണം. സ്വദേശിയായ അബ്ദുൾ റസാഖിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്.
യുവതിയുടെ പിതാവിന്റെ ഫോണിലേക്കാണ് അബ്ദുൾ റസാഖ് മുത്തലാഖ് ചൊല്ലുന്ന സന്ദേശം അയച്ചത്. ഫെബ്രുവരി 21 ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അബ്ദുൾ റസാഖ് ഗൾഫിൽ നിന്ന് വാട്സപ്പിൽ മുത്തലാഖ് സന്ദേശം അയച്ചത്. തുടർന്ന് ഭർത്തൃവീട്ടിൽ കടുത്ത പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്നും ഭക്ഷണം നൽകിയിട്ടില്ലെന്നും അസുഖമുണ്ടായാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാറില്ലെന്നും ചൂണ്ടിക്കാണിച്ച് യുവതി പരാതി നൽകുകയായിരുന്നു. 12 ലക്ഷം രൂപ അബ്ദുൾ റസാഖ് തട്ടിയെടുത്തെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചിരുന്നു. സംഭവത്തിൽ കുടുംബം ഹൊസ്ദുർഗ പോലീസിന് നൽകിയ ഇങ്ങനെ വിവാഹമോചനങ്ങൾ ചെയ്യപ്പെടാതിരിക്കാൻ ഇനി അങ്ങനെ ഒരുമിച്ച് പോകില്ല എന്ന് തോന്നിയാൽ ബൈ ബൈ പറഞ്ഞു പിരിയ. ഇപ്പോ നമ്മുടെ രാജ്യത്ത് വേറൊരു നിയമം കൂടിയുണ്ട്, ഫസക്ക്. ആദ്യ ബാബു ഞാൻ പറഞ്ഞുതരാം. പുരുഷനെ സ്ത്രീക്കും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു നിയമം ഇപ്പോൾ ഉണ്ട്. കുല എന്നാണ് വക്കീലന്മാരതിന് പറയുക, അറബിയിൽ പറയുക ഹുൽ എന്നാണ്. ഹുൽ എന്ന് പറയും, മനസ്സിലായോ? ഇത് പടച്ചോന്റെ നിയമത്തിന് എതിരെ പടപ്പുകൾ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. പെണ്ണ് പഠിക്കരുത്, പെണ്ണ് വിദ്യാസമ്പന്നയാകരുത്, പെണ്ണ് ജോലിക്ക് പോകരുത്, ജോലിക്ക് പോയെങ്കിൽ പെണ്ണ് വ്യഭിചാരിയായി പോകും, സമ്പത്ത് കിട്ടിയാൽ പെണ്ണ് അഹങ്കാരിയായി പോകും. അതുകൊണ്ട് അതൊന്നും പാടില്ല എന്നാണ് ഇവര് പറയുന്നത്. പക്ഷേ ഇവരുടെ ഈ രീതികളൊന്നും ഇവിടെ നടക്കില്ല. NSS ക്യാമ്പിൽ സുവർഗരതി പഠിപ്പിക്കുന്നവർ വളർത്തുന്നത് സുവർഗ അനുരാഗികളുടെ സമൂഹത്തെ. സുവർഗ അനുരാഗികൾ വൃത്തികെട്ടവരാണെന്ന് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ പ്രസ്താവന. ഈ സ്വവർഗ അനുരാഗത്തെ ഇവർ വിമർശിക്കുന്നുണ്ടല്ലോ, ആണും പെണ്ണുമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന്. അവരുടെ അങ്ങനെ ഒരു ഹോർമോൺ ചേഞ്ച് എന്ന് പറയുമ്പോൾ പടച്ചവന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലേ? പടച്ചവൻ മര്യാദയ്ക്ക് ടെസ്റ്റോസ്റ്റിറോൺ, അതല്ലെങ്കിൽ ആൻഡ്രോജൻ, അതല്ലെങ്കിൽ ഈസ്ട്രോജൻ എവിടെയാണ് വയ്ക്കേണ്ടതെന്ന് അറിയാത്തതിൽ വന്ന പിഴവല്ലേ അത് അവരുടെ കുഴപ്പമാണ്. കോഴിക്കോട് നടക്കുന്ന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിനിടയിലാണ് SYS സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പരാമർശം. LGBT ലോകം തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ടും NSS ക്യാമ്പിൽ സുവർഗരതി പഠിപ്പിക്കുന്നു. ഇത് പഠിപ്പിക്കുന്നവർക്ക് നാണം എന്ന് പറയുന്ന ഒന്നില്ല. LGBT സംസ്കാരം കാണുന്ന മുസ്ലിം പെൺകുട്ടികൾ വഴിതെറ്റും. അവർ മതബോധം. ഉസ്താദന്മാര് പബ്ലിക്കിൽ വന്നിട്ടാണ് നിരത്തി കിടത്തിയോ കമഴ്ത്തി കിടത്തിയോ ചാരി നിർത്തിയോ എങ്ങനെയാണ് ബെഡ്റൂമിൽ ഭാര്യയെ ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നത്. അതിനെക്കാട്ടിൽ നാണം വേണോ അഡോളസൻസ് എഡ്യൂക്കേഷൻ കുട്ടികളെ പഠിപ്പിക്കാൻ? കുറഞ്ഞവരാകും, അന്യമതസ്ഥർക്കൊപ്പം അവർ ഇറങ്ങിപ്പോകുമെന്നും SYS സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. മദ്രസ പഠനത്തിനെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ മദ്രസകളിൽ ഒരുക്കുന്നില്ല. അതായത് മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളെ ഉസ്താദുമാർ ഉപ്പ് നോക്കുന്നു. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം തന്നെയല്ലേ ഈ പാച്ചുന്നത്? എന്റെ മക്കള് പാച്ചതും മതി, മക്കള് പൊതുബോധം പഠിക്കട്ടെ എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് മദ്രസകളിൽ കുട്ടികൾ കുറയുന്നത്. അതിനാൽ പെൺകുട്ടികൾ മദ്രസയിലേക്ക് എത്തുന്നത് കുറയുന്നു. LGBT സംസ്കാരം കണ്ടുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് കാണുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മതബോധവും നാണവും കുറയുകയാണ്. ഇവർ മറ്റു മതസ്ഥരോടൊപ്പം ഇറങ്ങിപ്പോയാൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അതിനാൽ പെൺകുട്ടികൾക്കിടയിൽ മതബോധം സൃഷ്ടിക്കാൻ മദ്രസയിൽ പഠിക്കുന്ന ആളുകളുടെ മതബോധമാണല്ലോ നമ്മൾ ഈ കാണുന്നതെല്ലാം, അല്ലെ? മദ്രസകളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉസ്താദുമാര് കുട്ടികളോട് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഈ മദ്രസയിൽ പഠിക്കുന്ന ആളുകളെ വീടുകളിൽ വന്ന് കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഒരു മദ്രസ പഠനവും ഒരു സ്കൂൾ പഠനവും എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ഒരു ഉസ്താദ് മുമ്പിൽ ഒരു 4 കുട്ടികളെ ഇരുത്തിട്ട് പഠിപ്പിക്കാം. മുഖത്താണ് അടിക്കുന്നത്, തലയ്ക്കാണ് അടിക്കുന്നത്, എടുത്ത് തൂക്കിയെടുത്ത് തറയിൽ അടിക്കുക. അതേപോലെ സ്കൂളുകളിൽ ഓരോ കുട്ടിക്കും ഓരോ രൂപത്തിലാണ് കുട്ടികളെ വെൽക്കം ചെയ്യുന്നത്. ഒരു കുട്ടിക്കാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട്, അടുത്ത കുട്ടിക്കാണെങ്കിൽ ഈ കൈ കൊണ്ട്, അടുത്ത കുട്ടിക്കാണെങ്കിൽ മുട്ടുകൈ കൊണ്ട്, അടുത്ത കുട്ടിക്കാണെങ്കിൽ തല കൊണ്ട്, അങ്ങനെ കുട്ടികളെ സ്വാഗതം ചെയ്താണ് സ്കൂളിലേക്ക് പഠിപ്പിക്കുന്നത്. എവിടെ പഠിച്ചാലാണ് കുട്ടികൾ ക്രിമിനലുകളായി വളരുക എന്ന് അതിനകത്ത് തന്നെ മതി. കാരണം ഷോക്ക് അടുപ്പിച്ചും അടിച്ചും ഇട്ടിച്ചും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അടിച്ച് കഴുകുന്നത് പോലെ കുട്ടികളെ എടുത്ത് നിലത്തടിച്ചും പഠിപ്പിച്ചാലേ അവരൊരു ഒസാമ ബിൻ ലാദനും ഒരു സദ്ദാം ഹുസൈനും അതല്ലെങ്കിൽ ഒരു യഹിയ സിൻവാറും ഒക്കെ ആയിട്ടേ മാറൂ. അപ്പൊ ആരാകണം? ബിൽഗേറ്റ്സ് ആകണോ, ഐൻസ്റ്റീൻ ആകണോ, അതോ ഇതുപോലെയുള്ള ക്രിമിനലുകളാകണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇന്ന് മാതാപിതാക്കൾക്ക് അത് മനസ്സിലായി. മാതാപിതാക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി, കുട്ടികൾ മദ്രസയിൽ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. കുട്ടികൾ മാനവികത പഠിപ്പിക്കണമെങ്കിൽ കുട്ടികൾ പഠിക്കേണ്ടത് സ്കൂളിലാണ്. അവർക്ക് അങ്ങനെ പൊതുബോധമുണ്ടാകട്ടെ എന്നവർ ചിന്തിച്ചു. അതുകൊണ്ടാണ്